ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് വർക്കലയിലാണ്. വർക്കല സ്വകാര്യ ബസ് സ്റ്റാൻഡ്. വർഷത്തിന് മുമ്പ് വർക്കല നഗരസഭയാണ് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ നിർമ്മിച്ചത്. പക്ഷേ ഈ 20 വർഷത്തിനിടയിൽ ഒരു മാസം പോലും പോയിട്ട് ഒരാഴ്ച പോലും ഈ ബസ് സ്റ്റാൻഡ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറെ കൗതുകരമായ ഒരു സംഭവം. ഏകദേശം 20 കോടിയോളം രൂപയാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ള വസ്തു വാങ്ങുന്നതിന് വേണ്ടി നഗരസഭ ചെലവഴിച്ചത്. അതിനുശേഷം അവിടെ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു, ഒപ്പം തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നിർമ്മിച്ചു. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിനകത്തേക്ക് എന്തുകൊണ്ടോ യാത്രക്കാർ കയറുന്നില്ല, ബസ്സുകൾ കയറുന്നില്ല. ചുരുക്കത്തിൽ ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയാം. എന്താണ് ഈ ബസ് സ്റ്റാൻഡിന് പറ്റിയതെന്ന് നമുക്ക് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ. 20 വർഷമെന്ന് പറയുമ്പോൾ 2 പതിറ്റാണ്ടിലേറെയായി എന്ന് പറയാം. ഈ 2 പതിറ്റാണ്ടായിട്ട് ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതാണോ, അത് എന്താണ് അതിനുള്ള കാരണം എന്ന് പറയാമോ? ഇതാണ് വർക്കല, കണ്ടല്ലോ, വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നഗരസഭ വക 2004 വസ്തു എടുത്ത് 1028 പേരിൽ നിന്ന് വസ്തു എടുത്ത് പൊന്നുമലയ്ക്കെടുത്ത് 2006 മറ്റേ പ്രവർത്തനം ആരംഭിച്ച ബസ് സ്റ്റാൻഡാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 20 വർഷത്തോളമായി. അങ്ങനെ ഇപ്പോഴും നമ്മുടെ വർക്കല നഗരസഭയ്ക്ക് വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടിൻ്റെ 50 ലക്ഷം രൂപ എല്ലാ വർഷവും ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുന്നുണ്ട്. LAR കേസിന് കൊടുക്കുന്ന ആ തുക അല്ലാതെ വേറെ വീണ്ടും LAR കേസ് ഇതിൽ പെടാത്ത LAR കേസിൻ്റെ തുക കൊടുക്കേണ്ടത് വേറെ. അങ്ങനെ ഏതാണ്ട് 20 കോടിക്ക് രൂപ മുകളിൽ ഇപ്പോഴും കടമായിട്ട് ഉള്ള ഒരു പ്രസ്ഥാനമാണ് വർക്കല നഗരസഭയുടെ ഒരു അസറ്റാണ് വർക്കല നഗരസഭയുടെ ബസ് സ്റ്റാൻഡ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അറിയാമല്ലോ, കണ്ടല്ലോ, ഇവിടെ ഒരു കഞ്ചസ്റ്റഡ് ഏരിയയാണ്, ട്രാഫിക്കിൻ്റെ എപ്പോഴും പ്രശ്നമുള്ളത്. ഈ പ്രൈവറ്റ് ബസ് പണ്ട് മുതലേ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറാതെ ഈ റോഡിലിട്ട് ആളിനെ ഇറക്കി കയറ്റുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് പണ്ട് മുതൽ നടന്നു വരുന്നത്. അതിപ്പോഴും നിരവധി തവണ നമ്മുടെ RTOയും പോലീസ് അധികാരികളും നഗരസഭയും എല്ലാം ശ്രമിച്ചിട്ടും ഇത് ഇവിടെ അകത്ത് കയറ്റി ആളിനെ ഇറക്കുവാനോ ഇടക്കുവാനോ ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സും ഡ്രൈവേഴ്സും അനുവദിച്ചിട്ടില്ല. കാര്യം അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ട്. അവർ ഈ മുനിസിപ്പാലിറ്റിക്ക് ഇത് ലേലത്തിൽ പിടിക്കുന്ന ആൾ ഇവരിൽ നിന്ന് ഫണ്ട് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. കയറിയില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ലേലം എടുത്തവർക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് യാത്രക്കാർക്കും ഇവിടെയുള്ള ആൾക്കാർ ഈ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന വാഹനങ്ങൾക്ക് എപ്പോഴും ഒരു തടസ്സമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്, ഈ ഒരു ബുദ്ധിമുട്ട്. അതിലുപരി നമുക്ക് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൊണ്ട് വേറെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിനകത്തുണ്ട്, മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഈ ആൾക്കാർ പോലും അകത്തോട്ട് കയറാത്തത് മൂലം നമ്മുടെ നഗരസഭയ്ക്ക് ഭീമമായ നഷ്ടമാണ്. കാര്യം നഗരസഭ ഇത്രയും കോടി ചെലവഴിച്ചിട്ട് ഇതിനകത്ത് പല പദ്ധതികളും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ. നമുക്ക് അതിനകത്തോട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി 2 വർഷത്തിനകത്ത് പോകേണ്ടി വന്നു. കാര്യം ഇതിനകത്ത് ആൾ പ്രവേശിക്കുന്നില്ല, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഇടമായിട്ട് മാറിയായിരിക്കണം. അങ്ങനെ ഇത് മാറ്റി എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ ഇത് പല പ്രാവശ്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഡ്രൈവേഴ്സ് ഇത് മിക്കവാറും ഇടതുപക്ഷത്തിലുള്ള ഡ്രൈവേഴ്സ്, ഇടതുപക്ഷ സംഘടനയിലുള്ള ഡ്രൈവേഴ്സാണ് കൂടുതൽ. അപ്പോൾ അവരുടെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചത് ഈ റോഡ് പൊളിഞ്ഞ് കിടക്കുന്നു, ഹമ്പുണ്ട്, അതൊക്കെ മാറ്റിയാൽ മാത്രമേ അകത്തോട്ട് കയറാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അതെല്ലാം നഗരസഭ വീണ്ടും കറക്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ടും പഴയ പടി തന്നെ, അതിപ്പോൾ 7 മാസമായി അത് കറക്റ്റ് ചെയ്തിട്ട്, എന്നിട്ടും അവർ ആ പഴയ പടി തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് RTO ഒരിക്കലും ഇങ്ങനെ വന്ന് RTO അതോറിറ്റി ഇങ്ങനെ വന്നിട്ട് ഇവരോട് ഇങ്ങനെ അകത്ത് പോകണം, ഇവിടെ വന്ന് ഇതിൻ്റെ ഫ്രണ്ടിലിട്ട് ആൾ ഇറക്കുകയോ കയറ്റുകയോ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അതൊരു പോലീസ് കേസ് വരെ ആക്കേണ്ടി വന്നു. അത്രയ്ക്ക് അവരെ ഭീഷണിപ്പെടുത്തി ദേഹോദ്രവം ചെയ്യിക്കുന്ന രീതിയിലോട്ട് പോലും സംഭവം മാറിക്കഴിഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ അത്രയൊരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇവർ പെരുമാറുന്നതും. ഇവരുടെ ഒരു ഭീഷണി, ഇവരൊരു ഗുണ്ടായിസം തന്നെ പറയാം. ഇവർ ഗുണ്ടായിസം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ഈ ബസ് ഡ്രൈവേഴ്സും മറ്റുള്ള രീതിയിലും പോകുന്നത്. അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കാരണമായിട്ടുണ്ട്. അങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ ഇവിടുത്തെ നഗരസഭ മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ രീതിയിൽ അതിനാവശ്യമായ രീതിയിൽ ഒരു മുൻഗണന, ഒരു നടപടിയിലോട്ട് നഗരസഭയും പോയിട്ടില്ല, പോലീസ് അധികാരികളും പോയിട്ടില്ല, RTOയും പോയിട്ടില്ല. അവരൊക്കെ കൂടെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല, സ്ട്രിക്റ്റായിട്ട് അല്ലെങ്കിൽ കർശനമായിട്ട് ഒരു നടപടിയിലോട്ട് ഇവരാരും പോയിട്ടില്ല. അതാണ് ഇപ്പോഴും ഈ ഒരു ശോചനീയാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. ഇപ്പോൾ ഈ 20 വർഷമായിട്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി നമ്മൾ വർഷാവർഷം നഗരസഭ ഇത്രയും പലിശ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നഗരസഭയ്ക്ക്
വരുമാനമില്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പൊതുജനങ്ങൾക്ക് ഇതൊരു വലിയ ബാധ്യത, ബുദ്ധിമുട്ട്, ഈ ട്രാഫിക് പ്രശ്നം കൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങൾക്കും ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എല്ലാ വേദിയിലും അവർ അവതരിപ്പിക്കുന്നുണ്ട്. കിട്ടാവുന്ന എല്ലാ വേദികളിലും നമ്മുടെ ഇവിടുത്തെ വർക്കലക്കാർ ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. എല്ലാ വേദികളും കിട്ടാവുന്ന എല്ലാ വേദികളും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇതുവരെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും നാട്ടുകാർ നിരവധി തവണ അധികൃതരോട് പല രീതിയിൽ പരാതിപ്പെട്ടു. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന യാത്രക്കാർക്കും നാട്ടുകാർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ യാത്രക്കാരോട് കൂടി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് ചോദിച്ചറിഞ്ഞത്. ഇവിടെ ബസ്സിന് അവരൊക്കെ അകത്ത് കയറാൻ 2 ഹമ്പ് ഉണ്ടായിരുന്നു. ഹമ്പുള്ളതുകൊണ്ടാണ് ബസ് കയറാൻ പറ്റാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഹമ്പ് മാറ്റി ഇവിടെ പുതിയ താർ ചെയ്ത് കൊടുത്തു. അതിനുശേഷവും ഇവർ ചെയ്യുന്നത് ഇവിടെ വണ്ടി അകത്ത് കയറ്റത്തില്ല. വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ റിവേഴ്സ് എടുക്കുക ചെയ്യുന്നത്. എത്ര ആൾക്കാരെ വണ്ടി ഇടിച്ച്, എത്ര സ്കൂട്ടർ വണ്ടി ഇടിച്ച്, എന്നിട്ടൊന്നും അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ പോയിട്ട് അവർ ഇവിടെ ബസ് സ്റ്റാൻഡിൽ കയറാതെ ഈ ഓട്ടോ സ്റ്റാൻഡ് മുമ്പ് കൊണ്ട് നിർത്തിയിട്ടാണ് അവരെല്ലാം ബീച്ച് വിളിച്ച് ആൾക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇന്ന് പറഞ്ഞ് അവരായിട്ട് അടിയിലെ വക്ക് വരെ നമ്മളായി. പിന്നെ അവിടുത്തെ MD അവർ പറഞ്ഞ് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, പരാതി കൊടുക്കാൻ പറഞ്ഞു. പരാതി കൊടുത്ത് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അവർ സ്റ്റാൻഡ് കയറ്റി വണ്ടി വളച്ച് പോവുക. ഇവിടെ കൊണ്ടിട്ട് നേരെ നമ്മൾ ഓട്ടോ ഇവിടെ നേരെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ കൊണ്ട് വളച്ച് കയറ്റുന്നത്. ബാക്കി വരുന്ന എല്ലാ വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങൾ എത്ര പെണ്ണുങ്ങളാണ് പറഞ്ഞു വീണത്, സ്കൂട്ടി വന്ന പെണ്ണുങ്ങൾ. ഒരിതുമില്ല, ഒരു ഇൻഡിക്കേറ്ററില്ല, ഒന്നുമില്ല, നേരെ വന്ന് വളച്ച് ഒറ്റ പോക്കാണ് പോകുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മാറ്റണം. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ ട്രെയിൻ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മൊത്തത്തിൽ ഇവിടെ ട്രാഫിക് ജാമാണ് അവരെ കാരണം. ഒരു വണ്ടി അങ്ങോട്ടുള്ള പോകാൻ പറ്റത്തില്ല. ആട്ടായാലും ആൾക്കാർക്കായാലും ആരൊക്കെ അവർ ബസ് സ്റ്റാൻഡിൽ കയറണം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണം മേലധികാരികൾ. വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഈ ഇടുങ്ങിയ റോഡിലാണ് നമുക്ക് കാണാം. ഈ റോഡിന്റെ വശത്താണ് യാത്രക്കാർ ബസ്സുകൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഇരു ദിശകളിൽ നിന്ന് വരുന്ന ബസ്സുകളും പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിന് സമീപത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഇവിടെ നിരവധി തവണ ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ട് പോലീസും ഇതിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അപകടങ്ങൾ, ഈ ട്രാഫിക് തിരക്ക് മൂലമുള്ള ഉണ്ടാകുന്ന അപകടങ്ങളും നിരവധിയാണ്. ഇതിനെക്കുറിച്ച് നാട്ടുകാരൻ നിലയ്ക്ക് താങ്കൾക്ക് അറിയാമോ? ഇതുപോലെ ഇവിടെ നടക്കുന്ന അപകടങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ഒരു സ്ത്രീ വണ്ടി രാവിലെ തന്നെ ഇദ്ദേഹങ്ങളൊക്കെ ബസ് കൊണ്ടുവന്ന് നിർത്തി ഒരു പയ്യൻ ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൈ തട്ടി 500 രൂപ അയാൾ കൊടുക്കേണ്ടി വന്നു. ബസ് കൊണ്ട് നിർത്തി അയാൾ ഈ സ്റ്റാർട്ടുകാരനാണ്. വണ്ടി ഒതുക്കി കൊണ്ടുവന്ന് നിർത്തി അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ തട്ടി 500 രൂപ പുള്ളിക്കാരൻ കൊടുക്കേണ്ടി വന്നു. ആട്ടോക്കാരനാണ്. ഇന്ന് രാവിലത്തെ കാര്യം. ഞങ്ങൾ ഇതേ കണക്കാണ് ചെയ്യുന്നത്. ഞങ്ങൾ RTIയിൽ കംപ്ലൈൻറ്റ് ചെയ്ത്, പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ഒരു രക്ഷയും. ബസ് സ്റ്റാൻഡിനകത്ത് കയറുന്നില്ല വണ്ടി. ക്ഷേത്രം ബോർഡ് വെച്ച് വന്നിട്ട് വർക്കല ക്ഷേത്രം ബോർഡ് വെച്ച് വരുന്ന വണ്ടി വർക്കല ബീച്ച് ആളിനെ വിളിച്ച് കയറ്റി പോയിടും. അതിനുള്ള പെർമിറ്റ് ഉണ്ടായില്ലെന്നറിയാം. പോലീസിൽ പരാതി കൊടുത്ത്, RTIയിൽ പരാതി കൊടുത്ത്, ഇതിലൊരു നടപടിയില്ല. ഈ വരുന്ന ബസ് വരുന്ന വഴിക്ക് തന്നെ റിവേഴ്സ് എടുത്ത് ആളിനെ ഇടിച്ചിട്ടു. അതിനൊരു നടപടിയില്ല. പോലീസ് പറഞ്ഞിട്ടും അവർ പറയുന്നത് അവരെന്ത് ചെയ്യായിരുന്നു. കുറേ പാർട്ടിക്കാരുണ്ട്, 20ഓളം ബസ്സുണ്ട് പെർമിറ്റ് ഇല്ലാത്ത. 20ഓളം ബസ്സുണ്ട്. വർക്കല ക്ഷേത്രം ബോർഡ് വെച്ച് വന്നിട്ടാണ് ബീച്ച് വണ്ടി വിളിച്ച് പോണത്. ബീച്ച് RTIയിൽ പരാതി കൊടുത്തിട്ട് അതിനും രക്ഷയില്ല. യാത്രക്കാർ സ്കൂളും കുട്ടികളും വരുന്ന സമയത്ത് ഇവർ വരുന്ന റോഡിൽ വന്ന വണ്ടി റിവേഴ്സ് എടുത്ത് ആളിനെ ഇടിച്ചിട്ടിട്ട് അത് പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ ഈ ഇടിച്ചിട്ട യാത്രക്കാരനെ അടിക്കാൻ ചെല്ലുന്നു. തന്തയ്ക്ക് അങ്ങനെ അതാണ് സ്വഭാവം. 24 മൈതാനം വാർഡ് കൗൺസിലറാണ്. എൻ്റെ പേര് സലിമെന്നാണ്. ഇവിടെ നിരന്തരം നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ബസ്സുകൾ കൊണ്ട് ഇതുപോലെ റോഡിലിട്ടാണ് ആളിനെ കയറ്റുന്നത്. ഒരു കാരണവശാൽ ലക്ഷങ്ങൾ, അതായത് എൻ്റെ കണക്കുള്ളതാണ് ഏകദേശം ഒരു 15 കോടി രൂപയോളം ചിലവാക്കിയാണ് ലാൻഡും ബസ് സ്റ്റാൻഡും കൂടെ ഇവിടെ ഏകദേശം റെഡിയാക്കിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിനകത്തോട്ട് ബസ്സുകൾ കയറി ആളിനെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. ബസ് റോഡിടുന്നതനുസരിച്ച് ആൾക്കാർ റോഡിൽ നിൽക്കും. അതേസമയം ബസ് എല്ലാം സ്റ്റാൻഡിനകത്താണ് പോകുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ഇത്രയും ഇവിടെ ഒരു ട്രാഫിക് തിരക്കുകളോ ഒരു ആക്സിഡൻറ്റോ ഒന്നും ഉണ്ടാവില്ല. ദിവസവും ഇവിടെ ആക്സിഡൻ്റാണ്. ദിവസവും പല പ്രാവശ്യവും മുനിസിപ്പാലിറ്റിയുടെ അടുത്തും ചെയർമാനടുത്തും അടുത്തൊക്കെ പറഞ്ഞു എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ ട്രാഫിക് പോലീസാവട്ടെ മറ്റേ നമ്മുടെ RTO ആവട്ടെ അവരെല്ലാം ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു നടപടി ഇന്ന് വരെ എടുത്തിട്ടില്ല. പക്ഷേ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കോട്ട് വ്യക്തമായിട്ട് കാണാം. ഒരു 4-5 ബസ് ഇവിടുത്തെ ലൈവിൽ കിടപ്പുണ്ട്. ഈ റോഡ് സൈഡിലാണ് കിടക്കുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഒരു കാരണവശാലും ഇവർ എന്തുകൊണ്ടും ഈ സ്റ്റാൻഡിനകത്തോട്ട് ബസ് കൊണ്ട് പാർക്ക് ചെയ്യില്ല. പക്ഷേ ആൾക്കാർ നിൽക്കുന്ന റോഡിലാണ്. കാരണം ബസ് ഇവിടെ ഉണ്ടെങ്കിൽ റോഡിൽ ഇവിടെ ആൾക്കാർ നിൽക്കും. പക്ഷേ ബസ് അകത്താണ് കിടക്കുന്നെങ്കിൽ ആൾക്കാർ അകത്ത് തന്നെ പോയി കയറും. പക്ഷേ അവർ ഒരു കാണുന്നത് ഇത് തയ്യാറല്ല. അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബസ്സുകാർ പറയുന്ന ആൾ കയറുന്നില്ല. പക്ഷേ ആൾക്കാർ പറയുന്നത് ബസ് ഇവിടെ കിടക്കുന്നു, ഞങ്ങളിവിടെ കയറുന്നു.
സാധാരണ ഇപ്പോൾ നമുക്കറിയാം ബസ് എവിടെയാണ് കിടക്കുന്നത് അവിടെ പോയി ആൾക്കാർ കയറത്തുള്ളൂ. നമ്മൾ പലയിടത്തും നമ്മൾ സ്റ്റാൻഡുകളിൽ പോകുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, അവിടെ എല്ലാം സ്റ്റാൻഡിൽ തന്നെയാണ് ബസ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഇവിടെ റോഡിൽ കൊണ്ട് ബ്ലോക്ക് ചെയ്തേ ബസ് കിടത്തുള്ളൂ. അത് വർക്കലയുടെ ഒരു ശാപമായിട്ടാണ് കാണുന്നത്. കാരണം ദിവസവും ആക്സിഡന്റ് ആണ്. ഈ ബസ് സ്റ്റാൻഡിനകത്ത് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അല്ല എന്നാണ് ആദ്യം പറയുന്നത്. പക്ഷേ ബസ് സ്റ്റാൻഡിനകത്ത് നിന്നുള്ളത് ആവശ്യാനുസരിച്ചുള്ള ടോയ്ലറ്റ് ഉണ്ട്, ബാക്കിയുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്, ഹമ്പെടുത്ത് കളഞ്ഞിട്ടുണ്ട്, എല്ലാ ഇടത്തുണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട് പാർക്ക് ചെയ്യാനുള്ള. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ടോയ്ലറ്റ് സൗകര്യമുണ്ട്, എല്ലാം കൊണ്ട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടാണ് ഇട്ടേക്കുന്നത്. നമുക്കാണ് ഏതൊരു ബസ് സ്റ്റാൻഡ് നമുക്ക് നോക്കും, നമ്മുടെ ബസ് സ്റ്റാൻഡ് വളരെ വിപുലമായിട്ടാണ് കിടക്കുന്നത്. സ്ഥല സൗകര്യം ഇഷ്ടം പോലെയുണ്ട്, ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾ ഒന്നും ഒരിക്കലും സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യില്ല. പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ട് ഒരു 10 മിനിറ്റ് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ, അരമണിക്കൂർ കൊണ്ട് പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്യുന്ന ആളെ കയറ്റുന്നത് അപ്പോൾ ട്രാഫിക് ജാമാണ്. ട്രെയിൻ വരുന്ന സമയത്താണെങ്കിലും അല്ലാതെയാണ്. ഇപ്പോഴത്തെ നമുക്ക് ഇവിടെ എല്ലാം തിരക്കാണ്, ഇവിടെ എല്ലാം ട്രാഫിക് ജാമാണ്. പക്ഷേ എന്തുകൊണ്ട് പറഞ്ഞിട്ട് ആർക്കും ഒന്നും മനസ്സിലാവും. ഉത്തരവാദിത്തപ്പെട്ടാണ് ഇത് നടപടി എടുക്കുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയർമാനോട് പറഞ്ഞാണ് ഇതൊന്നും പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ ചെയർമാൻ പറഞ്ഞാൽ ഉണ്ടാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് മുനിസിപ്പാലിറ്റി നടക്കുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റി അനാസ്ഥ തന്നെയാണ്, യാഥാർത്ഥ്യം ഭരണത്തിൻ്റെ അനാസ്ഥ തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അത് പോലീസ് ഇടയ്ക്ക് മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, പോലീസിനെ വിളിക്കുന്നുണ്ട്, നമ്മുടെ വൈക്കിൾ RTO വിളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വന്ന് പറയുന്നത് ചെയ്യാമെന്നുള്ള ഇവിടെ ഒരു പോലീസിനെ ഇവിടെ പോസ്റ്റ് എടുത്തു നോക്കി ഇന്ന് ഒരു പോലീസ് പോലും ഇവിടെ ഇട്ടില്ല. ഒരു പോലീസ് നിർത്തിയാൽ വണ്ടി അകത്തോട്ട് പോകുമല്ലോ, പക്ഷേ ഇടുന്നില്ല. അതെന്താണെന്നുള്ളതുള്ള അത് ബസ്സുകാരും ബസ് ഓണേഴ്സും ഇവരുമായിട്ടുള്ള ഡീലിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും തന്നെ ഈ കാണിച്ചിരിക്കുന്നത് വളരെ അനീതിയാണ്. കാരണം കോടികൾ ചിലവാക്കിയാണ് ബസ് സ്റ്റാൻഡ് ഇവിടെ നിട്ടേക്കുന്നത്. അതിനിപ്പം വേറെ സർക്കാർ ഭാഗത്ത് നിന്ന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരെന്തുകൊണ്ട് കയറുന്നത്? അത് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ നടപടി സ്വീകരിക്കുന്നില്ല. പല പ്രാവശ്യം മുനിസിപ്പാലിറ്റികളുടെല്ലാം പറഞ്ഞതാണ് ഇതിനോട് നടപടി എടുക്കണം. പോലീസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈക്കിളിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും ഇതിനോട് നടപടി എടുക്കുന്നില്ല. അത് എന്താണ് കാണുമെന്ന് അറിയുന്നില്ല. പക്ഷേ എന്തായാലും ശക്ത ഒരു വീഴ്ചയാണിത്. കാരണം ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദിവസം നടക്കുന്നതാണ്. ഇത്രയും പേര് ദിവസം വീഴുന്നുണ്ട്. നിങ്ങൾ കാണുന്നതല്ല, ദൃശ്യമാധ്യമങ്ങൾ കാണുന്നതല്ലേ, ഇവിടെ ദിവസം ആക്സിഡൻറ്റ് നടക്കുന്ന ആൾക്കാർ തട്ടുന്നുണ്ട്. പക്ഷേ ബസ്സുകൾ അപ്പോഴും പോകുന്ന ട്രാഫിക് തടസ്സം. ഒരു 7 മണിയാകുമ്പോൾ നിങ്ങൾ നോക്കാം, ഇവിടെ ഒരു ട്രാഫിക് തടസ്സം നോക്കിയുള്ളൂ. ഇനി സന്ധ്യ ആകുമ്പോഴത്തേക്കും നല്ലൊരു തടസ്സമാണ് ഇവിടെ. മണിക്കൂറുകൾ നമ്മൾ അരമണിക്കൂർ ഇവിടെ നമ്മൾ വണ്ടികളെല്ലാം വന്ന് ബ്ലോക്കായി കിടക്കും. അപ്പോൾ ഈ ബസ് ഒരു 4 എണ്ണം ഇവിടെ ഇങ്ങനെ തന്നെ എപ്പോഴും കിടക്കും. ഇപ്പോൾ വേറൊരു വണ്ടി ഒന്ന് കറങ്ങി യൂട്ടേൺ നേരത്തെ ഇത് നടക്കില്ല, ഇത് മാറത്തില്ലേ ഇവർ? ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഇപ്പം ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ചെയ്യുന്നത്? ബസ് സ്റ്റാൻഡിനകത്ത് ഇപ്പോൾ കുറച്ച് ബസ്സുകൾ പാർക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റും. പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരെന്താണ്, അത് അവിടെ റെസ്റ്റ് ടൈമാണ്. റെസ്റ്റ് അവിടെ പാർക്ക് ചെയ്യും. പക്ഷേ ടൈമിനെടുത്ത് വരില്ല. ടൈമിന് മുമ്പ് അവരിവിടെ വരില്ല. അവർ ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ കൂടെ ഓരോ ബസ് ഇടും, എന്നിട്ട് ഇവിടെ നാളെ എടുക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ട്രാഫിക് ജാം വരുന്നത്. ഒരു 2 ബസ് എപ്പോഴും അപ്പോൾ ഇപ്പോൾ എനി ടൈം ഇവിടെ ഉണ്ടാവും, എനി ടൈം. ഒന്ന് സ്റ്റാൻഡിനകത്ത് അതേസമയം ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നത്, തീർച്ചയായിട്ടും ആൾ സ്റ്റാൻഡിൽ തന്നെ പോയി കയറും. അതിന് യാതൊരു സംശയമില്ല. ബസ് സ്റ്റാൻഡിലാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ സ്റ്റാൻഡിൽ തന്നെ പോയി കയറും. നമ്മുടെ പല സ്ഥലത്തും പോകാറില്ല. നമ്മളിവിടെ ബസ് റോഡ് റെയർ ഓടി വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വരുമ്പോൾ 1-2 ആൾക്കാർ കയറി പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാർ ട്രെയിൻ വരുമ്പോൾ ഇവിടെ 100 കണക്കിന് ആൾക്കാരാണ് ഒരേ സമയത്ത് ഇറങ്ങി വരുന്നത്. വർക്കല ബസ് സ്റ്റാൻഡിനകത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നിരവധി ബങ്കുകളുണ്ട്. ബങ്കുകൾ എന്ന് പറയുന്നത് ഈ നഗരസഭ തന്നെ നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ചെറിയ കടകളാണ്. ഈ കടകൾ മാസ വാടകയ്ക്ക് പലരും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിനകത്ത് ബസ്സുകളോ യാത്രക്കാരോ ഇല്ലാതെ ഇവർക്ക് കച്ചവടം നടക്കില്ല. അപ്പം അത്തരത്തിൽ പ്രതിസന്ധിയിലായ നിലയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ. എന്താണ് ഇവിടെ നമുക്ക് ഈ പറയുന്ന വിഷയം എന്താണ്? ഈ ബസ്സുകൾ മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ ബസ് അകത്ത് വരുന്നതാണ്. ഈ ബസ് അകത്ത് വന്നാൽ മാത്രമേ ഇവിടുത്തെ കച്ചവടക്കാരായാലും അല്ലെങ്കിൽ എല്ലാവർക്കും സൗകര്യമുണ്ട്. അവിടെ എല്ലാവരും വന്ന് ആ ഫ്രണ്ട് നിൽക്കും. ആ ബസ്സിലാണെന്ന് അവിടെ ബ്ലോക്ക് ആവുകയും അവിടെ അങ്ങോട്ട് പോകേണ്ട അവസ്ഥയാവും. അതിന് ഈ ബസ്സെല്ലാം ഇവിടെ വന്ന് കറക്റ്റ് പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആളെടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ പങ്കെടുക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇതൊന്നും ചെയ്യാത്തത് ഈ മുനിസിപ്പാലിറ്റി അതിനുള്ള ഒന്നും ചെയ്യുന്നില്ല, നടപടി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവർ ബസ്സുകാർക്ക് കണക്കുള്ള താക്കീത് എടുക്കാൻ അവർ കറക്റ്റ് ചെയ്യും. ഇത് ഇവർ വന്ന് ഇറങ്ങാറില്ല. മുനിസിപ്പാലിറ്റി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കുള്ള ഏതൊക്കെ വിഷയങ്ങളെല്ലാം തീർന്നതാണ്. പക്ഷേ അതൊന്നും ചെയ്യാറില്ല. അവർ ഇങ്ങനെ ജയിച്ച് വരുന്നത് അവരിങ്ങനെ ഒരു കൗൺസിലായിട്ടും മേലെ ചെയർമാനായിട്ടൊക്കെ അവർ നിൽക്കുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള മുനിസിപ്പാലിറ്റി ഉപയോഗമുള്ള കാരണം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തതിൽ സാധാരണക്കാർക്ക് ഉപയോഗമുള്ളൂ. സാധാരണക്കാർ ഉപയോഗമുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നതില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പോകണമെന്നേ ഉള്ളൂ. അല്ല ഈ ബസ്സുകാരന്മാർക്ക് അല്ലെങ്കിൽ ഇത്രയും ഏതാണ്ട് 100-100ഓളം ബസ് പുറത്തുണ്ട് ഇവർക്ക് ഇവിടെ വരുന്നത്. ഇവരെല്ലാം കറക്റ്റ് അതായത് രീതിയിൽ സ്റ്റാൻഡിൽ കൊണ്ട് വന്ന് ആൾക്കാർ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയൊരു ഇവിടെ മൊത്തം ഒരു 3-4 കടയാവും. അപ്പോൾ എങ്ങനെ പോയ ഒരു 10 പേർക്ക് നല്ല ജോലി ഉണ്ടാവും, ഉപയോഗം ഉണ്ടാവും. ഇതെല്ലാം അവിടെ ആളിൻ്റെ കൂട്ടം നിൽക്കും. അപ്പോൾ ഈ കുട്ടികൾ സ്കൂൾ കുട്ടിയിലായാലും കോളേജ് കുട്ടിയിലായാലും മറ്റുള്ള ആൾക്കാർ എല്ലാവരും അവിടെ ബ്ലോക്ക് ആവും. അപ്പോൾ അവിടെ സ്ഥലം ഉണ്ടാവത്തില്ല. അവിടെ മൊത്തം ബ്ലോക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആ അവസ്ഥയാണ്. അത് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതാണ് സാധാരണ ഇതിൽ നമുക്ക് പറയാനുള്ളത്.
ഗോപുനന്ദിലത് ജിമാർട്ട്. ഈ ബസ് സ്റ്റാൻഡിന് ഉള്ളിലേക്ക് ബസ്സുകൾ കയറുന്നില്ല, ബസ്സുകൾ പുറത്തു നിർത്തി ആളെ ഇറക്കുന്നു എന്ന രീതിയിലുള്ള പരാതികളാണ് വ്യാപകമായിട്ടുണ്ടാകുന്നത്. എന്നാലും നമുക്ക് ഈ ബസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത് കൂടി നമുക്ക് അറിയണം. കാരണം അവരാണ് ഇതിൽ എതിർ കക്ഷികളായി ഇപ്പോൾ നിലവിൽ ഉള്ളത്. കാരണം യാത്രക്കാരെല്ലാം ട്രെയിനിൽ നിന്ന് തന്നെ യാത്രക്കാരുണ്ട്, അല്ലാതുള്ള ബസ്സുകളിൽ നിന്ന് വരുന്ന യാത്രക്കാരുണ്ട്. ഇതെല്ലാവരും നമ്മളിപ്പോൾ സ്റ്റാൻഡ് കയറത്തില്ലേ, ആ സ്റ്റാൻഡിൻ്റെ കവാടത്തിന് അവിടെ പോയി നിൽക്കും. ഒറ്റ യാത്രക്കാരൻ സ്റ്റാൻഡിനകത്ത് കയറത്തില്ല. നിങ്ങൾക്കിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും യാത്രക്കാരൻ ഇപ്പോൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ആ വെയിൻ ഷർട്ട് ഒഴിഞ്ഞടക്കുക. അവിടെ കുറേ അല്ലാതെ ആൾക്കാർ പായം വിരിച്ച് അല്ലെങ്കിൽ പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ച് അവരവിടെ കിടക്കും. അവർക്ക് അവിടേതായത് കടകൾ തന്നെ സ്റ്റാൻഡിനകത്തില്ല. ഒരു മൂത്രപ്പുരയുണ്ട്, അതും ഇപ്പം പിന്നെ ഇവിടുത്തെ ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് തുറന്നു വെച്ചേക്കുവാണ്. പിന്നെ എല്ലാ ആൾക്കാരും വരും, അല്ലാതെ യാത്രക്കാരും ബസ് സ്റ്റാൻഡിനകത്ത് കയറത്തില്ല. കൂടെ ആർട്ടി ചെക്ക് ചെയ്യുന്നുണ്ട്, വെഹിക്കിളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്ക് ഇടയ്ക്ക് വെച്ച് പിഴയൊക്കെ ഇടാക്കിയിട്ടുണ്ട്. എല്ലാ ബസ്സും സ്റ്റാൻഡിൽ വന്ന് കറങ്ങിയാണ് പോകുന്നത്. പക്ഷേ സ്റ്റാൻഡ് നിർത്തി അവിടെ നിന്ന് കയറാനും ഇറങ്ങാനും ആൾക്കാരില്ല. ആൾക്കാരെല്ലാം സ്റ്റാൻഡിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ വർക്കല മുനിസിപ്പാലിറ്റി ചെയ്യണം. വർക്കല മുനിസിപ്പാലിറ്റി അതിനുള്ള എന്തെങ്കിലും ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ യാത്രക്കാരെല്ലാം ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ കയറാനും ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ യാത്രക്കാരൊക്കെ അവിടേക്ക് ഇറങ്ങി അവർക്കുള്ള സാധനവും അതെല്ലാം വാങ്ങാനും എന്നൊക്കെ കടകളും കച്ചവടവും കാര്യങ്ങളും എല്ലാം അവിടെയാണ് ഉള്ളത്. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് പോകാനുള്ള എല്ലാ സൗകര്യം നോക്കി എല്ലാം വാങ്ങിച്ചിട്ട് അവിടെ തന്നെ നിൽക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ ആ നേരത്തെ കടകളുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരൊറ്റ കടകളില്ല. ഈ വരുന്ന യാത്രക്കാരെല്ലാം അവിടെ നിന്ന് വല്ല സാധനം വാങ്ങിച്ച് അവിടെ നിൽക്കും, അവിടെ നിന്ന് ബസ്സിൽ കയറും, അങ്ങ് പോകും. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ അകത്ത് നിർത്തിയ ആൾ അവിടെ നിർത്തിയ ആൾ കയറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിന് നിരവധി ഒരു പരാതി നിലയിൽ ബാക്കിയുള്ളവർ പറഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത്, അതായത് അവിടെ വരെ മാത്രമേ ചില ബസ്സുകൾ വരുന്നുള്ളൂ എന്നും അവിടെ വന്നിട്ട് ആ ബസ്സുകൾ തിരികെ പോവുകയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മനസ്സിലായില്ല. വർക്കല ബസ് സ്റ്റാൻഡിനകത്ത് കയറാതെ നമ്മൾ ആ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ വന്ന് തിരികെ പോകുന്നതായിട്ടുള്ള ഇല്ലല്ല, 100-ൽ 99% ബസ്സുകളും ഇതിൻ്റെ അകത്ത് കയറിയിട്ടാണ് പോകുന്നത്. പിന്നെ 1% ബസ്സെങ്ങാനും അവിടെ വർക്ക് പിന്നെ കാപ്പിൽ ഭാഗത്തു നിന്ന് വരുന്നതൊക്കെ ഈ ഗേറ്റ് അടവ് കാണും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരവിടെ അങ്ങനെ പോയി ഇതിൻ്റെ അകത്ത് കയറിയിട്ടും കാര്യമില്ല. അപ്പോൾ ഗേറ്റത്ത് അങ്ങനെ വരുന്നെങ്കിൽ സമയം താമസിക്കണമെങ്കിൽ ഇപ്പം അതുവഴി വിട്ടങ്ങ് പോകും. കാരണം അവർ ഇതുവഴി കിടന്ന് കറങ്ങിയാൽ ഇവിടെ നിന്ന് ആൾ കയറാനുമില്ല ഇറങ്ങാനുമില്ല. അല്ലാതെ ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് പിന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം ഇതിൻ്റെ അകത്ത് എത്ര ബസ്സുകൾ കിടക്കുന്നുണ്ട്, ഇതിൽ എത്ര യാത്രക്കാരുണ്ടെന്ന് നോക്കിയാൽ തന്നെ അറിയാം. അതിൽ ബസ്സുകാരെ കുറ്റമായിട്ട് യാതൊരു കാര്യമില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചൊല്ലും ചെയ്യണം. യാത്രക്കാരല്ല ഇതിൻ്റെ അകത്ത് ആക്കാനുള്ള വഴി മുനിസിപ്പാലിറ്റി നോക്കണം. യാത്രക്കാരുള്ളിടത്തല്ലേ ബസ് നിർത്തി ആൾ കയറ്റത്തുള്ളൂ. ബസ്സുകാർ ഇവിടെ നിന്ന് പിന്നെ ആളിനെ കിടച്ച് ഇവിടെ യാത്രക്കാരില്ല, അവർ നേരെ മുകളിൽ കണ്ടു നിർത്തിയിട്ട് ആളിനെ കയറ്റി അവർ പോകും. അവർക്ക് കാലടിച്ച് പോകില്ലല്ലേ. ബസ് ജീവനക്കാരാണ് പ്രതികരിച്ചത്. ബസ് ജീവനക്കാർ പറയുന്നത് ഇതിനകത്ത് ആൾ കയറുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ ഒരു സംശയമോ ഇതിനകത്ത് ആൾ കയറാത്തതാണോ അതോ ഇതിനകത്ത് ബസ് കയറാത്തതാണോ എന്നുള്ളതിനെ പറ്റി. ഇത് നമ്മുടെ വർക്കല ഈ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്ന ഈ വാർഡിൻ്റെ കൗൺസിലറാണ്. കൗൺസിലർ, എന്താണ് ഈ ബസ് ഇവിടെ കയറുന്നില്ല? സ്റ്റാൻഡിൽ കയറാത്തോട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭൂമി അക്വയർ ചെയ്തത്. ബസ് ജീവനക്കാർ ആദ്യം പറഞ്ഞത് അടിസ്ഥാന റോഡ് മോശപ്പെട്ട റോഡാണ്, അത് ശരിയാക്കിയാൽ ഞങ്ങളുടനെ ബസ്സകത്ത് കയറ്റാൻ മുനിസിപ്പാലിറ്റി നടത്തി ചർച്ച ചെയ്ത് രേഖാമൂലം സമ്മതിച്ചാണ്. ഇപ്പോൾ റോഡ് ശരിയാക്കി ബമ്പ് മാറ്റണം ആവശ്യപ്പെട്ട് ഹമ്പെല്ലാം മാറ്റി കൊടുത്തു. അടിസ്ഥാന സൗകര്യം ഇല്ലെന്ന് പറഞ്ഞ് ടോയ്ലറ്റ് ഫെസിലിറ്റി ഏർപ്പെടുത്തി കൊടുത്തു. ഇപ്പോൾ അവർ പറയുന്നത് ബസ്സിന് ആളുകളകത്തേക്ക് കയറുന്നില്ല. നമ്മൾ ബസ് പുറത്ത് നിർത്തുന്ന ആളുകൾ വെളിയിൽ നിന്ന് കയറുന്നത്. ബസ്സകത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ആളുകളകത്തേക്ക് വരും. പിന്നെ പറയുന്നത് ഒരു പരാതി പാരിപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഗേറ്റടയ്ക്കുമ്പോൾ അത് വൈകുന്നേരത്തുണ്ടാകുന്നത് നമുക്ക് ബോധ്യപ്പെടും. വൈകുന്നേരം 5 മണി തൊട്ട് 6 മണി വരെ ഗേറ്റുള്ള സമയമായിട്ട് ബന്ധപ്പെട്ട് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ പകൽ സമയങ്ങളിൽ പോലും ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ബസ് ഇന്നിപ്പോൾ നിങ്ങളുടെ ഈ വാർത്ത വന്നതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ബസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് മുനിസിപ്പാലിറ്റിയുമായിട്ട് ഗതാഗതപ്പോട്ട് സഹകരിച്ചുകൊണ്ട് പോകാനുള്ള നീക്കമാണെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കാം. അതല്ല തുടർന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിന് പുറത്ത് നിർത്തിയ ആളുകൾക്ക് ഒന്ന് നിലപാടുമായിട്ട് ബസ് ജീവനക്കാർ മുമ്പോട്ട് പോയാൽ മുനിസിപ്പാലിറ്റി RTO വകുപ്പോട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയായിട്ട് മുമ്പോട്ട് പോയിട്ട് വരും. കാരണം കോടിക്കണക്കിന് ഇപ്പോഴും ഈ ഭൂമി എടുത്തതിൻ്റെ സാമ്പത്തിക ബാധ്യത മുനിസിപ്പാലിറ്റിക്കുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ നടുപിടിക്കുന്ന അത്തരത്തിലുള്ള ബാധ്യതയാണ് ഈ സ്റ്റാൻഡിൽ ഭൂമി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ബസ് കയറിയാൽ മാത്രമേ കൂടുതൽ വ്യാപാര സ്ഥാപനം വരികയുള്ളൂ, കച്ചവട സ്ഥാപനം വരികയുള്ളൂ. അപ്പോൾ ഇത് ബസ് കയറാതെ വിഷയം പരിഹരിക്കുന്ന ഒരു രീതിയിലും അവസാനിക്കുകയില്ല. അവർ ധിക്കാരമായ സമീപനമായിട്ട് നിൽക്കുകയാണ്. ബസ് ഇതിനകത്ത് കയറേണ്ടതില്ല, ഞങ്ങളെ ആരും ചോദ്യം ചെയ്യുകയില്ല എന്ന രീതിയിലാണ് ആ നിലപാട് ഇപ്പോൾ കൈക്കൊണ്ടുവന്നു. അതുപോലെ മത്സര ഓട്ടം നമുക്കറിയാം.
നിരവധി ആളുകളാണ് ഇപ്പം മത്സ്യബന്ധനത്തിൻ്റെ ഭാഗമായിട്ട് അപകടം പറ്റി ജീവൻ നഷ്ടപ്പെട്ട ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഒന്ന് കുറവ് വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ബസ്സുകളുടെ ഭാഗത്തുനിന്ന് അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകണം. ബസ് സ്റ്റാൻഡ് വികസനത്തിന്റെ ഭാഗമായാണ് നഗരസഭ ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഇവിടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെ സ്ഥാപിച്ചത്. പക്ഷേ ഈ പദ്ധതിയും ഇപ്പോൾ എത്രത്തോളം വിജയകരമാണ് അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ നടത്തിപ്പുകാരായ ആളുകൾ തന്നെ ചോദിക്കാം. നമ്മളിപ്പോൾ ഹരിതകർമ്മസേനയാണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് അധിക വരുമാനം എന്നുള്ള നിലയിലാണ് നമുക്ക് ടേക്ക് എ ബ്രേക്ക് എടുക്കേണ്ടി വന്നത്. പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ഒരിടം കെട്ടിയിട്ടതിന് ശേഷം ഇതിനകത്ത് ബസ്സുകൾ കൃത്യമായിട്ട് കയറുകയോ ആൾക്കാരെ ഇറക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ആൾക്കാർ അകത്തോട്ട് വന്നാൽ മാത്രമേ ഇത് ഉപയോഗിക്കാനുള്ളത് ഇവിടെ ഉണ്ടെന്ന് തന്നെ അവിടെ അറിയത്തുള്ളൂ. ഇപ്പോൾ പലരെയും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ഒരു ഗതികേടാണ്. ഇനി അകത്തോട്ട് കയറുന്നില്ല, ബസ് വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു, അവിടെ നിന്ന് ആളിനെ കയറ്റി പോകുന്നു, അകത്ത് വന്നാൽ കയറാൻ പറ്റുന്നില്ല, അങ്ങ് വന്ന് കയറാൻ പറയുന്നു. ഇതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ബസ്സുകാർ തന്നെയാണ് കൂടുതലും ഈ ഒരു ശൗചാലയം ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാൻ അവർ മനസ്സ് കാണിക്കുന്നില്ല. വളരെ കുറച്ച് ബസ്സുകാർ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ട് പ്രോപ്പറായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് തന്നെയാണ് പരസ്യമായിട്ടാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നത്. അത് നമുക്കും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉള്ളതിൽ 10-40 ലേഡീസാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇതുപോലെ കാണുമ്പോഴത്തേക്ക് അത് വളരെയേറെ ബുദ്ധിമുട്ട് നമുക്ക് പേഴ്സണലി ഉണ്ടാകുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടും അത് കൂടെ MVD വരുന്നുണ്ട്. അപ്പോഴും വന്ന് നോക്കുമ്പോൾ മാത്രം എല്ലാ ബസ്സുകളും നിരത്തിയിടുന്നു. അവർ പോയി കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാണ്. അത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ നല്ലൊരു പ്രഷർ ഉണ്ടായി ഇതിനകത്തോട്ട് കയറിയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം, നമുക്കും ഒരു വരുമാനം എന്നുള്ള നിലയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് തുടർന്നാൽ മാത്രമേ നമുക്ക് കഫറ്റേരിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അത് അവർക്കൊരു അധിക വരുമാനമാണ്. പക്ഷേ അതും തുറക്കണമെങ്കിൽ അതിനകത്ത് ആൾ കയറിയിട്ടേ നമ്മൾ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ച് വിൽക്കാൻ പറ്റത്തുള്ളൂ. അത് വിൽക്കണമെങ്കിൽ ആൾക്കാർ കയറിയല്ലേ പറ്റുള്ളൂ. അതിന് ബസ്സുകാർ കൂടെ ഒരു 10-60 ബസ്സിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇതിനകത്ത് വരുന്നത്. പക്ഷേ കയറുന്നത് ഒരു 10-15 ബസ്സുകൾ മാത്രമാണ്. ബാക്കിയെല്ലാം പുറമേ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് ആളിനെ കയറ്റി പോവുക ചെയ്യും. നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അതിൽ. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ഇടപെട്ട് നമുക്ക് ഇതിനകത്ത് ആ ബസ്സുകളൊന്ന് കയറ്റി ആൾക്കാരെ ഇതിനകത്തുനിന്ന് കയറ്റുന്ന രീതിയിലാക്കി തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരം. നിങ്ങൾ ഈ പദ്ധതിയുമായിട്ട് സമീപിച്ചപ്പോഴത്തേക്ക് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ആളിനെ കയറ്റാമെന്നൊരു ഉറപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ അതിൽ പ്രതീക്ഷയുണ്ടോ? ഉറപ്പ് നൽകിയിരുന്നു. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുമെന്നും ഇതിനകത്ത് ബസ്സുകളെല്ലാം ഇതിനകത്ത് കയറുമെന്നും ആൾക്കാർ ഇതിനകത്തുനിന്ന് തന്നെ കയറ്റുമെന്നും ഉള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. വളരെ കുറച്ച് മാത്രമാണ് ഇതിനകത്തുനിന്ന് ബസ്സുകൾ കയറ്റുന്ന ആളിനെ കയറ്റുന്നത്. പക്ഷേ ആൾക്കാർ ഇതിനകത്തോട്ട് വരുന്നില്ല. കാരണം പുറമേ നിന്നാണ് അവരും കയറുന്നത്. കാരണം ഇതിനകത്ത് ബസ് കയറുന്നുണ്ടെന്ന് അവർക്കറിയില്ല. അവിടെ കൊണ്ടുവന്നാണ് ആൾക്കാരെ ഇറക്കുന്നത്, അകത്ത് കൊണ്ടുവന്നിട്ടല്ല ആൾക്കാരെ ഇറക്കുന്നത്. അപ്പോൾ അവർക്കറിയാം അവിടെ നിന്നാലും ബസ്സിൽ കയറാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ആൾക്കാർ വെളിയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അകത്തോട്ട് ബസ്സുകൾ കയറി കഴിഞ്ഞാൽ ഇനി ആൾക്കാർ ഇതിനകത്തോട്ട് വരികയും ഇതിനകത്ത് വീണ്ടും കുറേ കടകളും കൂടെ വരണമെന്ന് കുറേ ബങ്കുകൾ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വരണമെങ്കിൽ ആൾക്കാർ കയറിയല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ തുറന്നിട്ടിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം വരണമെന്നുണ്ടെങ്കിൽ കഫറ്റേരിയ കൂടി ഓപ്പണായി വരണം. അതിന് ബസ്സുകൾ കയറി ആൾക്കാർ വരുന്നുണ്ടെന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഈ ഹരിതകർമ്മസേനയ്ക്ക് ഒരു അധിക വരുമാനവും കിട്ടത്തുള്ളൂ. വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വർക്കലയിൽ വന്ന് പോകുന്നത്. അപ്പോൾ അവർക്ക് ഇത് വളരെ പ്രയോജനം ഉണ്ടാകേണ്ട ഒരു പദ്ധതി തന്നെയാണ് ഈ ടേക്ക് എ ബ്രേക്ക് എന്നുള്ളത്. പക്ഷേ എത്ര ശതമാനം ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പേരോട് ഉപയോഗിക്കുന്നുണ്ട്? ഇഷ്ടം പോലെ സ്കൂൾ കുട്ടികളാകട്ടെ, പിന്നെ യാത്രക്കാരാകട്ടെ, ഇപ്പം കൊല്ലം അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരാകട്ടെ, എല്ലാവരും വന്നിട്ട് ആ ട്രെയിൻ ഇറങ്ങി ആ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അകത്തോട്ട് കയറുന്നില്ല. സ്കൂൾ കുട്ടികളും വന്ന് ആ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്, അകത്തോട്ട് വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 10 പേരായിരിക്കും അകത്തോട്ട് കയറുന്നത്. ബാക്കി 90 പേരും ആ വെളിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ 90 പേരും കൂടെ അകത്തോട്ട് കയറിയാൽ മാത്രമേ ഇതിനകത്തൊരു പുരോഗമനം ഉണ്ടാകത്തുള്ളൂ. അതിന് കയറി വരണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി വിചാരിക്കണം, അതുപോലെ തന്നെ ബസ്സുകാരും വിചാരിക്കണം. അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണോ അവർ വിചാരിച്ചിട്ട് ഇവരെ മുമ്പോട്ട് കൊണ്ടുവരണം. മുനിസിപ്പാലിറ്റി എന്ത് നടപടിയാണ് ഇതിനു വേണ്ടി എടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? ഇത് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു ചോദ്യവുമാണ്. നമ്മൾ വളരെ ആവശ്യമായി 4 യോഗങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ എല്ലാ വിഭാഗവും, നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ, അതുപോലെ തന്നെ പോലീസ്,
തഹസിൽദാർ അടക്കമുള്ളവരെ യോഗങ്ങൾ മുനിസിപ്പാലിറ്റിയിലും തഹസിൽദാരിൻ്റെ ഓഫീസിലും അയച്ചു തന്നു. അതിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ഓണേഴ്സിനെയും അതിൻ്റെ ജീവനക്കാരുടെ പ്രതികളടക്കം ചർച്ച ചെയ്തു. ആ ബസ്സുകളെല്ലാം അകത്ത് കയറ്റുവാനുള്ള സംവിധാനം ആദ്യഘട്ടത്തിൽ അവരുടെ ഒരു പരാതി അവിടെ ഹമ്പ് ഒക്കെ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറ്റി നമ്മൾ പുതിയതായി ടാർ ചെയ്ത് എല്ലാം എടുപ്പാക്കി. എന്നിട്ട് കൃത്യമായി അവിടെ പ്രവേശിക്കണം. അത് പോലീസിനടക്കം ചുമതല കൊടുത്തു. എന്നാലും ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത പോലെ ആ രീതിയിൽ ബസ്സുകൾ കയറി വരുന്നതും ആളുകളെ ഇറക്കുന്നതും കൊണ്ടുപോകുന്നതിന് ഇപ്പോഴും ഒരുപാട് അപാകതയുണ്ട്. അവർ ഇത് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ബസ്സുകളുടെ പേരിൽ ഇനി നമുക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകാർ പറയുന്ന നിയമ നടപടി ചെയ്താലും അതിന് പരിഹാരം ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ടൂറിസം മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ നമ്മുടെ വികസനവുമായിട്ടുള്ള ചർച്ചയോടൊപ്പം അതിൽ പോലീസിൻ്റെ SP അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ട്രാഫിക് പോലീസ് സംവിധാനം 10 പോലീസ്മാന്മാരുള്ളതെന്ന് അതിപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല. അത് ഉൾപ്പെടുത്തി ഇവിടുത്തെ ട്രാഫിക് ക്രമീകരണം വരുന്നതിൽ ഉറപ്പായിട്ട് പോലീസിൻ്റെ സഹകരണത്തോടുകൂടി വലിയ താമസമില്ലാതെ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ഈ സംവിധാനം ഉണ്ടാക്കാൻ RTO കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഈ വിഷയം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഈ ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ആഴ്ച തന്നെ ഒരു മീറ്റിംഗ് കൂടെ വിളിച്ച് അത് കർക്കശമായ നടപടിയിലേക്ക് പോകാൻ നഗരസഭ ശ്രമിക്കും. പിഴ ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് പതിവ് പോലെ തന്നെ അധികൃതർ നമുക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ബസ് സ്റ്റാൻഡിൻ്റെ സുഗമമായൊരു നടത്തിപ്പ് എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തതയില്ല നമുക്ക്. ഇത് കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ സമാപിക്കുന്നു. അധികം പ്രവർത്തകരെ